ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചെടുത്ത ട്രേഡല്ല. ബട്ട് ലേറ്റർ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം കണ്ടപ്പം അത് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എടുത്ത ട്രേഡ് ഓൾമോസ്റ്റ് എൻ്റെ ടാർഗറ്റിൻ്റെ അടുത്ത് വരെ പോയെങ്കിലും, അല്ലെങ്കിൽ സ്പോട്ടിൽ എനിക്ക് നല്ല മൊമെൻറ്റം തന്നിട്ടുണ്ടായിരുന്നെങ്കിലും, പ്രീമിയത്തിൽ എനിക്ക് അതിനൊത്തിട്ടുള്ളൊരു മൊമെൻറ്റം, ഞാൻ എടുത്തിരുന്ന സ്ട്രൈക്ക് ഇൻ ദ മണി സ്ട്രൈക്കാണ്. അത്യാവശ്യം ഒരു 0.85 ഡെൽറ്റ ഉള്ള ഇൻ ദ മണി സ്ട്രൈക്കാണ് ഞാൻ എടുത്തിരുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു മൊമെൻറ്റം പ്രീമിയത്തിൽ കിട്ടിയിട്ടില്ലായിരുന്നു, സ്പോട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു ഡൈവേർജൻസ് ആണ് ഇന്ന് ഈ ഒരു ട്രേഡിൽ ഞാൻ എക്സിറ്റ് ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ലോസ് ഹോൾഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് നമുക്കൊരു പ്രോഫിറ്റ് വരുന്ന സമയത്ത് അത് ഹോൾഡ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത്. കാരണം എടുത്ത പ്രോഫിറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം, അതുപോലെ ഇപ്പോൾ നമ്മൾ എടുത്ത പ്രോഫിറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാതെ നിന്ന് അത് തിരിച്ച് എസ്സിൽ ഹിറ്റായി പോകുമോ എന്നുള്ള പേടി, ഇതൊക്കെയാണ് നമുക്കൊരു പ്രോഫിറ്റ് റണ്ണ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ ഒരു എക്സാക്റ്റ് പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒരു 80% എൻ്റെ ടെക്നിക്കൽ റീസൺസ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു മിക്സ്ഡ് ഇമോഷൻ അവിടെ ആ ഒരു ട്രേഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഹോൾഡ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒരു റീസൺ തന്നെയാണ് ഞാൻ എക്സിറ്റ് ചെയ്തതിനുള്ളത്. ആക്ച്വലി ഇമോഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്സിറ്റ് ഞാൻ എൻ്റെ ട്രേഡിങ്ങിൽ അത്ര പ്രോത്സാഹിപ്പിക്കുന്നൊരു സംഭവമല്ല. ബട്ട് അത് സംടൈംസ് അത് അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ അത് വരുന്ന ദിവസങ്ങളിൽ ഞാനതിനെ ഒന്നും കൂടി ബെറ്ററാക്കി കൊണ്ടുവരാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കും. ഞാൻ 257 എടുത്ത ട്രേഡ് ഞാൻ 272 എക്സിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലും കൂടുതൽ മൊമെൻറ്റം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീമിയത്തിൽ, സ്പോട്ടിനെ വെച്ച് നോക്കുന്ന സമയത്ത്. മോർണിംഗിൽ തന്നെ ഞാൻ എൻ്റെ മാർക്കറ്റിൽ സ്ഥിരം ചെയ്യുന്ന പോലെ മാർക്കറ്റിൻ്റെ ഡേ ലോ, ഡേ ഹൈ, അതുപോലെ എന്ത് തരം സ്ട്രക്ചറാണ് മാർക്കറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പ് സൈഡാണോ ഡൗൺ സൈഡാണോ എന്നുള്ളതൊക്കെ ഞാൻ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു മോർണിംഗിൽ തന്നെ. അത് ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്തൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നത്. പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ലാക്ക് ഓഫ് ഇനഫ് ഡാറ്റ, എനിക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റിയില്ല. ബട്ട് ആഫ്റ്റർ ദാറ്റ് ആ ഒരു മൊമെൻറ്റത്തിൻ്റെ, എനിക്കറിയായിരുന്നു ആ മൊമെൻറ്റത്തിന് ശേഷം ഒരു പ്രോപ്പർ കറക്ഷൻ വരുന്ന സമയത്ത് ഒരു നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു കറക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു റെഡ് ക്യാൻഡിൽ വരുമ്പോൾ അതിനൊരു കറക്ഷനായിട്ട് കണ്ട് ട്രേഡ് എടുക്കുക എന്നുള്ളതല്ലാതെ നമുക്കൊരു വാലിഡ് റീസൺ വേണം. ഓക്കെ, പ്രൈസ് ഈ ഒരു റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പ്രോബബിലിറ്റി വളരെ ഹൈ ആണെന്നുള്ള ടെക്നിക്കൽ റീസൺ നമുക്ക് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എൻ്റെ ഈ ഒരു ട്രേഡിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഫിബ് ലെവൽസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഫിബ് ലെവലിൽ വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളതും. എക്സാക്റ്റ് ആ പോയിൻ്റ് വെച്ചിട്ട് തന്നെയാണ് മാർക്കറ്റ് പിന്നെ അഗെയിൻസ്റ്റ് അപ്പ് സൈഡിലേക്കൊരു മൊമെൻറ്റം തന്നിട്ടുള്ളതും. ഈ ഒരു ഫിബ് ലെവലിൽ എപ്പോഴും വർക്കാവണമെന്നോ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും വർക്കാവണമെന്നൊന്നുമില്ല. നമുക്ക് അത് അതിൻ്റേതായ സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കുമ്പോഴേ അതിനൊരു വാല്യൂ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ഒരു ട്രേഡ് ചെയ്യുമ്പം ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ലെവൽസൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ. ഞാനിത് ഓഫൻലി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ, അതായത് ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അതായത് ഇത് വർക്ക് ചെയ്യുന്ന ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ആ സിറ്റുവേഷൻസിൽ ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് ഞാൻ ഈ ഫിബ് ലെവൽസൊക്കെ യൂസ് ചെയ്യാറുള്ളത്. മെയിൻലി ഒരു ഡിസ്കൗണ്ട് റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഒരു നല്ല മൊമെൻറ്റത്തിന് ശേഷമുള്ള ഡിസ്കൗണ്ട് റേഞ്ച് കണ്ടുപിടിച്ച് അവിടെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം ഫിബ് ലെവൽസ് ഉപയോഗിക്കാറുള്ളത്. അപ്പം എൻ്റെ എൻട്രി ഓൾമോസ്റ്റ് വളരെ നല്ലൊരു എൻട്രി തന്നെ ആയിരുന്നു. ഞാൻ എടുത്ത ട്രേഡിൻ്റെ എൻട്രി വളരെ കാം ആൻഡ് വെൽ പ്ലാൻഡ് എൻട്രി തന്നെ ആയിരുന്നു. പക്ഷേ എക്സിറ്റ് ഒരു ഹാഫ് ടെക്നിക്കൽ ഹാഫ് ഇമോഷണൽ ബേസ്ഡ് എക്സിറ്റ് ആയിപ്പോയി. അപ്പോൾ അതിലെനിക്കൊന്നുകൂടി ഞാനൊന്ന് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഞാനൊരു മാർക്കറ്റിൽ ഡിസിഷൻ എടുക്കേണ്ടതെന്നുള്ളതിൽ ഒന്നും കൂടി ഞാൻ ബെറ്റർ ആക്കേണ്ടതുണ്ട്. എനിവേ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ട്രേഡിംഗ് വീഡിയോ ആയിട്ട് പിന്നെ വരാം.